ഹായ് ഹലോ എവ്രി വൺ, ഹിയർ ഐ ആം ദീപ, ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ. മുട്ട ആക്ച്വലി എല്ലാവർക്കും കഴിക്കാൻ പറ്റുമോ? അതായത് കൊളസ്ട്രോൾ കൂടാനുള്ള ചാൻസ് ഉണ്ടോ? മഞ്ഞ് ഉൾപ്പെടെ എടുത്തു കഴിഞ്ഞാൽ, ഫുൾ എഗ്ഗായിട്ട് എടുത്തു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത് പലരുടെയും സംശയമാണ്. മുട്ട 1-2 എണ്ണം നമുക്ക് ദിവസേന എടുക്കാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. അതിൽ മുട്ടയുടെ മഞ്ഞയിൽ വിറ്റമിൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്, വിറ്റമിൻസ് ആൻഡ് മിനറൽസ്. മുട്ടയുടെ വെള്ളയിലാണെങ്കിൽ അതൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ്. സോ എല്ലാ ദിവസവും 1-2 മുട്ട നമുക്ക് ഫുൾ എഗ്ഗായിട്ട് തന്നെ കഴിക്കാം. അത് ഓംലെറ്റ് ആയിട്ടും ബുൾസൈ ആയിട്ടും ഒക്കെ എടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അധികം ഓയിൽ ആഡ് ചെയ്യാതെ, അധികം എണ്ണ ഉപയോഗിക്കാതെ ആ ഒരു പ്രിപ്പറേഷൻ രീതിയിൽ, കുക്കിംഗ് രീതിയിൽ ശ്രദ്ധിക്കുക. കൂടുതലും ബോയിൽഡ് എഗ്ഗായിട്ട്, പുഴുങ്ങിയ മുട്ടയായിട്ട് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതിപ്പോൾ നമുക്ക് സാലഡിലൊക്കെ ആണെങ്കിൽ ആഡ് ചെയ്ത് കഴിക്കാം. അതല്ല, പല രീതിയിൽ നമുക്ക് മുട്ട യൂസ് ചെയ്യാവുന്നതാണ് അല്ലേ. കറി എന്നുള്ള ഫോമിൽ മാത്രമല്ലാതെ നമുക്ക് സ്ക്രാമ്പിൾഡ് എഗ്ഗായിട്ടോ അങ്ങനെ പല രീതിയിൽ നമുക്ക് മുട്ട യൂസ് ചെയ്യാവുന്നതാണ്. അതിൽ ധാരാളം ഗുണങ്ങളുണ്ട്. അതായത് ബ്രെയിൻ ഹെൽത്തിനും ഹാർട്ട് ഹെൽത്തിനും ഐ ഹെൽത്തിന്, അതുപോലെ ഹെയറിൻ്റെ ഗ്രോത്തിന്, വെയ്റ്റ് മാനേജ്മെൻറ്റിനും എല്ലാം ഒരുപാട് മുട്ട ഹെൽപ്പ് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് 1-2 മുട്ട ദിവസേനയുള്ള ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താം. കൊളസ്ട്രോൾ കൂടുമോ എന്നുള്ളതിന് ഉത്തരവായിട്ട് പറയാനുള്ളത്, നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡിലെ ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ചീത്ത കൊളസ്ട്രോളും നല്ല കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സും, അതായത് ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നത് LDL, ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് HDL, ട്രൈഗ്ലിസറൈഡ്സ്, ഇതെല്ലാം കൂടെ വരുന്നതാണ് നമ്മുടെ ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. മുട്ട കഴിച്ചത് കൊണ്ട് കൊളസ്ട്രോൾ കൂടത്തില്ല. പകരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എണ്ണ പലഹാരങ്ങൾ, അല്ലെങ്കിൽ ഈ എണ്ണയിൽ മുക്കി വറുത്തുള്ള മറ്റ് ബേക്കറി ഐറ്റംസ്, ദിവസേനയുള്ള നമ്മുടെ കുക്കിംഗ് ഓയിൽ ഉണ്ടല്ലോ, അത് കൂടുതലും ഈ മീനൊക്കെ ആണെന്നുണ്ടെങ്കിലും എന്ത് ആഹാരമാണെന്നുണ്ടെങ്കിലും നമ്മൾ എണ്ണയിൽ കൂടുതലുള്ള പ്രിപ്പറേഷൻസ്, മുക്കി വറുത്തുള്ള അങ്ങനെയുള്ള കൂടുതൽ ഓയിൽ എക്സ്ട്രാ ആഡഡ് ആയിട്ടുള്ളതാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്. പുറത്തുനിന്നുള്ള എണ്ണ പലഹാരങ്ങൾ, ഇതൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ഈ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നത്, LDLൻ്റെ അളവ് കൂടുന്നത്. അതല്ലാതെ നമ്മൾ ഈ നല്ല കൊളസ്ട്രോൾ ഉള്ള ഫുഡ് ഐറ്റംസ്, മുട്ട പോലെയുള്ളത്, നട്ട്സ്, ഇതൊക്കെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് മറ്റുള്ള എണ്ണ പലഹാരങ്ങൾ കൂടുതൽ കഴിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ കുക്കിംഗ് ഓയിൽ കൂടുതലായിട്ട് നമ്മുടെ പ്രിപ്പറേഷനിൽ, നമ്മുടെ ഫുഡ് ഐറ്റത്തിൽ കൂടുതലും എണ്ണയുടെ അളവ് കൂടുമ്പോഴാണ് കൊളസ്ട്രോൾ കൂടുന്നത്. സോ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. മുട്ട എല്ലാ ദിവസവും 1-2 എണ്ണം ഉൾപ്പെടുത്താം. പക്ഷേ കുക്കിംഗ് ഓയിലിൻ്റെ അളവ് അല്ലെങ്കിൽ മറ്റുള്ള എണ്ണ പലഹാരത്തിൻ്റെ അളവൊക്കെ ഒന്ന് നിയന്ത്രിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.